ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. എല്ലാ കൂട്ടുകാർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഇത് നമ്മുടെ SCERT സീരീസിന്റെ 22ാമത്തെ ക്ലാസ് ആണ്. അപ്പോൾ ഈ ഒരു സീരീസിൽ ഇതുവരെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾ മനസ്സിലാക്കി നന്നായി പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും കൂടി കണ്ട് പഠിക്കാൻ ശ്രമിക്കട്ടോ. അതുപോലെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവർ ഉടൻ തന്നെ ജോയിൻ ചെയ്യണം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാർട്ട് 1-ലെ 5ാമത്തെ ചാപ്റ്ററാണ് പഠിക്കുന്നത്. ചാപ്റ്ററിന്റെ പേര് ഭൂമി, കഥയും കാര്യവും. പണ്ടുകാലത്തെ ആളുകളൊക്കെ വിശ്വസിച്ചിരുന്നത് ഭൂമി പരന്നതാണെന്നായിരുന്നു. ഭൂമിയുടെ ആകൃതിയെക്കുറിച്ച് ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു പണ്ടത്തെ ജനങ്ങൾക്കിടയിൽ. എന്നാൽ അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന തത്വചിന്തകന്മാരും അതുപോലെ ജ്യോതിശാസ്ത്രജ്ഞരൊക്കെ ഈ ഒരു ഭൂമിയുടെ ആകൃതിയെ പറ്റിയിട്ട് ഒരുപാട് ആശയങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. ഈ ഒരു ചാപ്റ്ററിന്റെ തുടക്കത്തിൽ തന്നെ ഒരുപാട് ഇങ്ങനെയുള്ള ആശയങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ആദ്യത്തെ ഹെഡിങ് ആണ് ഭൂമിയുടെ ആകൃതി, വിശ്വാസങ്ങളിൽ നിന്നും വസ്തുതകളിലേക്ക്. BC 7ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഗ്രീക്ക് തത്വചിന്തകനായ തെയിൽസ് ആണ് ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത്. എന്നാൽ ഈ ഗോളം ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നുവെന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. അപ്പോൾ BC 7ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഗ്രീക്ക് തത്വചിന്തകനായ തെയിൽസ് ആണ് ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത്. തെയിൽസ് ആരായിരുന്നു? ഇദ്ദേഹം BC 7ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഗ്രീക്ക് തത്വചിന്തകനായിരുന്നു. ഇദ്ദേഹമാണ് ആദ്യമായിട്ട് ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന ആശയം മുന്നോട്ട് വെച്ചത്. ഈ ഗോളം ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നുവെന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. ഇനി ഗ്രീക്ക് തത്വചിന്തകന്മാരായ പൈത്തഗോറസും അരിസ്റ്റോട്ടിലുമാണ് ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് സ്ഥാപിച്ചത്. ഈ കാലഘട്ടത്തിൽ ഈ ആശയത്തോട് വളരെയധികം വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു. പിന്നീട് കോപ്പർനിക്കസ് ഈ ആശയത്തെ ശക്തമായി പിന്താങ്ങി. അപ്പോൾ ഗോളാകൃതിയാണെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് തെയിൽസ് ആണെങ്കിലും ഇത് സ്ഥാപിച്ചത് ആരൊക്കെയാണ്? ഗ്രീക്ക് തത്വചിന്തകന്മാരായ പൈത്തഗോറസും അരിസ്റ്റോട്ടിലുമാണ്. പിന്നെന്താണ്, ഈ കാലഘട്ടത്തിൽ ഈ ആശയത്തോട് വിയോജിപ്പുള്ളവർ ഒരുപാടുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് കോപ്പർനിക്കസ് ആണ് ഈ ആശയത്തെ ശക്തമായി പിന്താങ്ങിയത്. ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞനായ ആര്യഭടൻ ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും സാങ്കല്പിക അച്ചുതണ്ടിൽ അത് സ്വയം കറങ്ങുന്നുണ്ടെന്നും വിശ്വസിച്ചിരുന്നു. അപ്പൊ ഭാരതത്തിൽ എന്താണ്, ജ്യോതിശാസ്ത്രജ്ഞനായ ആര്യഭടൻ ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും സാങ്കല്പിക അച്ചുതണ്ടിൽ അത് സ്വയം കറങ്ങുന്നുവെന്നും ഉറച്ചു വിശ്വസിച്ചിരുന്നു. വർഷങ്ങൾക്ക് ശേഷം മെഗല്ലൻ എന്ന നാവികന്റെ ലോകം ചുറ്റിയുള്ള കപ്പൽ യാത്ര ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ചു. അപ്പോൾ ഇതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം എന്താണ്, മഗല്ലൻ എന്ന നാവികന്റെ ലോകം ചുറ്റിയുള്ള കപ്പൽ യാത്ര ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ചു. സർ ഐസക് ന്യൂട്ടൺ ഭൂമിക്ക് കൃത്യമായ ഗോളത്തിന്റെ ആകൃതി അല്ലെന്ന് കണ്ടെത്തി. ധ്രുവപ്രദേശങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയാണെന്ന് അദ്ദേഹം സ്ഥാപിച്ചു. അപ്പോൾ സർ ഐസക് ന്യൂട്ടൺ ആണെന്ത്, ഭൂമിക്ക് കൃത്യമായ ഗോളത്തിന്റെ ആകൃതി അല്ലെന്ന് കണ്ടെത്തിയത് ആരാണ്? സർ ഐസക് ന്യൂട്ടൺ ആണ് കേട്ടോ. ധ്രുവപ്രദേശങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയാണെന്ന് അദ്ദേഹം സ്ഥാപിച്ചു. അപ്പോൾ ഐസക് ന്യൂട്ടൺ ആണ് ഭൂമിക്ക് കൃത്യമായ ഗോളാകൃതി അല്ല എന്ന് സ്ഥാപിച്ചത്. ധ്രുവങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയെ ജിയോയിഡ് എന്ന് വിളിക്കുന്നു. ജിയോയിഡ് എന്ന പദത്തിനർത്ഥം ഭൂമിയുടെ ആകൃതിയാണ് എന്നാണ്. ദ എർത്ത് ഷേപ്പ് എന്നാണ് ജിയോയിഡ് എന്ന വാക്കിനർത്ഥം. അപ്പൊ ധ്രുവങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയെ ജിയോയിഡ് എന്ന് വിളിക്കുന്നു. ഭൂമിയുടെ ആകൃതിയെക്കുറിച്ച് ഓരോ ആശയങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ചിന്തകന്മാരുടെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. തെയിൽസ്, പൈത്തഗോറസ്, അരിസ്റ്റോട്ടിൽ, ആര്യഭടൻ, മഗല്ലൻ, കോപ്പർനിക്കസ്, ഐസക് ന്യൂട്ടൺ. അടുത്തൊരു ഹെഡിങ് ആണ് ഭൂമിയിൽ ഞാൻ എവിടെയാണ്. ഇത്രയും വലിയ ഈ ഭൂമിയിൽ നിങ്ങൾ എവിടെയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഏഷ്യ വൻകരയിൽ, ഇന്ത്യയിൽ, കേരളത്തിൽ എന്നിങ്ങനെയൊക്കെ നമുക്ക് ഈ ചോദ്യത്തിന് ഉത്തരം നൽകാം. ഭൂമിയിൽ ഓരോ വസ്തുവിനും പ്രദേശത്തിനും കൃത്യമായ സ്ഥാനങ്ങളുണ്ട്. സ്ഥാനനിർണയം നടത്തുന്നതാകട്ടെ ചില അളവുകളുടെ അടിസ്ഥാനത്തിലുമാണ്. ഒരു വസ്തുവിൻ്റെയോ പ്രദേശത്തിൻ്റെയോ സ്ഥാനം നിർണ്ണയിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അടുത്തൊരു ബോക്സ് കൊടുത്തിട്ടുള്ളതാണ് ഭൂമിയുടെ വലിപ്പം കണ്ടെത്തുവാൻ ആദ്യമായി ശ്രമിച്ചത് ആരെന്നറിയാമോ? BC 3ാം നൂറ്റാണ്ടിൽ ഗ്രീക്ക് തത്വചിന്തകനായ ഇറാത്തോസ്തെനീസ് സൂര്യരശ്മികൾ ഭൂമിയിൽ പതിക്കുന്നതിൻ്റെ കോണളവിനെ മാത്രം ആശ്രയിച്ചാണ് ഭൂമിയുടെ ചുറ്റളവ് 2,50,000 സ്റ്റേഡിയ എന്ന് കണ്ടെത്തിയത്. എന്താണ് 2,50,000 സ്റ്റേഡിയ എന്ന് പറഞ്ഞാൽ ഗ്രീസിൽ അക്കാലത്ത് ദൂരം അളക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു യൂണിറ്റ് ആണ് കേട്ടോ സ്റ്റേഡിയം.
ഭൂമിയുടെ യഥാർത്ഥ ചുറ്റളവിനോട് ഏകദേശം അടുത്തു നിൽക്കുന്ന ഈ കണക്ക് അദ്ദേഹം കണ്ടെത്തിയത് ഇന്നത്തെ പോലെ സംവിധാനങ്ങൾ ഒന്നുമില്ലാതിരുന്ന കാലഘട്ടത്തിലാണ്. അപ്പോൾ ആദ്യമായിട്ട് ഭൂമിയുടെ വലിപ്പം കണ്ടെത്തുവാൻ ശ്രമിച്ചതാരാണ്? BC 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഗ്രീക്ക് തത്വചിന്തകനായ ഇറാത്തോസ്തനീസ് ആണ്. ഇദ്ദേഹം എന്താ ചെയ്തത്? സൂര്യരശ്മികൾ ഭൂമിയിൽ പതിക്കുന്നതിൻ്റെ കോണളവിനെ മാത്രം ആശ്രയിച്ച് ഭൂമിയുടെ ചുറ്റളവ് 2,50,000 സ്റ്റേഡിയ എന്ന് കണ്ടെത്തി. സ്റ്റേഡിയ എന്ന് പറഞ്ഞാൽ ഗ്രീസിൽ അക്കാലത്ത് ദൂരം അളക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു യൂണിറ്റ് ആണ് കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്യണേ. ഭൂമിയിലെ വരകൾ. ഭൂമിയിലെ ഏതൊരു പ്രദേശത്തിൻ്റെയും സ്ഥാനം ഇത്തരം വരകളുടെ അടിസ്ഥാനത്തിൽ നിർണ്ണയിക്കാം. അതെങ്ങനെയെന്ന് നോക്കാം. ഈ വരകൾ ഓരോന്നും കൃത്യമായ കോണീയ അളവുകളുടെ അടിസ്ഥാനത്തിലാണ് ഗോളോപരിതലത്തിൽ വരച്ചിട്ടുള്ളത്. അടുത്തതായിട്ട് 2 ഗ്ലോബ് കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്ലോബിൽ എന്താണ് നെടുകയും മറ്റൊരു ഗ്ലോബിൽ കുറുകയാണ് വരകൾ വരച്ചിട്ടുള്ളത്. ഒരു ഗ്ലോബിൽ നെടുകയും കുറുകയും വരകൾ വരച്ചിരിക്കുന്നത് കണ്ടില്ലേ? നെടുകെ കാണുന്ന വരകളെ അക്ഷാംശ രേഖകളെന്നും കുറുകെ കാണുന്ന വരകളെ രേഖാംശ രേഖകളെന്നും വിളിക്കുന്നു. ഗ്ലോബിലും ഭൂപടത്തിലുമൊക്കെ കാണുന്ന ഈ രേഖകൾ സാങ്കല്പിക രേഖകളാണ്. അപ്പോൾ ആദ്യത്തേതിൽ എന്താണ് വരച്ചിട്ടുള്ളത്? അക്ഷാംശ രേഖകളാണ്. രണ്ടാമത്തെ ചിത്രത്തിലുള്ളത് രേഖാംശ രേഖകളും. ഈ 2 രേഖകളും സാങ്കല്പിക രേഖകളാണ്. ഭൂമിയിലെ ഒരു വസ്തുവിൻ്റെ സ്ഥാനം നിർണ്ണയിക്കാനാണ് ഈ 2 രേഖകളും യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് അക്ഷാംശ രേഖകൾ എന്താണെന്ന് നോക്കാം. ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് ഭൗമോപരിതലത്തിലെ ഓരോ ബിന്ദുവിലേക്കുമുള്ള കോണീയ അകലത്തെയാണ് അക്ഷാംശം എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരേ കോണീയ അളവുകളെ തമ്മിൽ യോജിപ്പിച്ചാൽ അക്ഷാംശ രേഖകളാകും. അപ്പോൾ ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് ഭൗമോപരിതലത്തിലെ ഓരോ ബിന്ദുവിലേക്കുമുള്ള കോണീയ അകലത്തെയാണ് അക്ഷാംശം എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരേ കോണീയ അളവുകളെ തമ്മിൽ യോജിപ്പിച്ചാൽ അക്ഷാംശ രേഖകളാകും. ഇനി ഇവിടെ കൊടുത്തിട്ടുള്ളതാണ് അച്ചുതണ്ട്. ഒരു പന്തിൻ്റെ മധ്യത്തുകൂടി ഒരു ദണ്ട് കടത്തി പന്തിനെ ഒന്ന് കറക്കി നോക്കൂ. ഈ ദണ്ടാണ് പന്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അച്ചുതണ്ട്. ഇതുപോലെ ഭൂമിയുടെ കേന്ദ്ര ഭാഗത്തുകൂടി കടന്നു പോകുന്ന ഒരു ദണ്ട് ഉണ്ടെന്ന് സങ്കല്പിക്കൂ. ഈ സാങ്കല്പിക ദണ്ടാണ് ഭൂമിയുടെ അച്ചുതണ്ട്. ഈ അച്ചുതണ്ടിനെ അടിസ്ഥാനമാക്കിയാണ് ഭൂമി സ്വയം കറങ്ങുന്നത്. അപ്പോൾ ഒരു ഗ്ലോബിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അതിൽ ഉത്തര ധ്രുവവും ദക്ഷിണ ധ്രുവവും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഭൂമിയുടെ കേന്ദ്രഭാഗത്തു കൂടി കടന്നു പോകുന്ന ഒരു ദണ്ടുണ്ടെന്ന് സങ്കല്പിച്ചാൽ ഈ സാങ്കല്പിക ദണ്ടാണ് ഭൂമിയുടെ അച്ചുതണ്ട്. ഈ അച്ചുതണ്ടിനെ അടിസ്ഥാനമാക്കിയാണ് ഭൂമി സ്വയം കറങ്ങുന്നത്. ഇവിടെ ഒരു ഗ്ലോബിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ചിത്രം നോക്കിയാൽ നമുക്കറിയാം ഗ്ലോബിന്റെ മധ്യഭാഗത്തു നിന്നും ഇരുഭാഗങ്ങളിലേക്ക് പോകുന്തോറും എന്താണ് വൃത്തങ്ങൾ ചെറുതായി വരുന്നുണ്ട് അല്ലേ? അപ്പൊ എന്താണ് ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്നും മധ്യഭാഗത്ത് നിന്നും എന്താണ് ഇത് ഉത്തര ധ്രുവത്തിലേക്കും അതുപോലെ ദക്ഷിണ ധ്രുവത്തിലേക്കും ഒക്കെ പോകുമ്പോൾ എന്താണ് ഈ അക്ഷാംശ രേഖകളുടെ വലിപ്പം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഏറ്റവും വലിപ്പമേറിയ അക്ഷാംശ രേഖ എന്താണ് ഭൂമിയുടെ മധ്യഭാഗത്ത് കാണുന്നതാണ്. ഈ രേഖക്ക് 90 ഡിഗ്രി വടക്കും അതുപോലെ 90 ഡിഗ്രി തെക്കുമായിട്ട് കാണുന്ന അക്ഷാംശങ്ങൾ എന്താണ് യഥാക്രമം ഉത്തര ധ്രുവം എന്നും ദക്ഷിണ ധ്രുവം എന്നാണ് അറിയപ്പെടുന്നത്. ഇനി മറ്റ് അക്ഷാംശ രേഖകളെല്ലാം എന്താണ് വൃത്തങ്ങളാണ്. ഇപ്പോൾ ഭൂമധ്യരേഖക്ക് സമാന്തരമായിട്ട് വച്ചിട്ടുള്ള വൃത്തങ്ങളായിട്ടാണ് ഇതിനെല്ലാം കണക്കാക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത്? ഭൂമിയുടെ ഏറ്റവും മധ്യഭാഗത്തായിട്ട് കാണപ്പെടുന്ന അക്ഷാംശ രേഖയാണിത് ഏറ്റവും വലിയ അക്ഷാംശ രേഖ. ഈ രേഖ എന്താണ് ഭൂമധ്യ രേഖ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ഈ രേഖയുടെ കോണീയ അളവ് എത്രയാണ്? 0 ഡിഗ്രി ആണെന്ന് പറഞ്ഞു. അതുപോലെ എന്താണ് ഈ രേഖക്ക് 90 ഡിഗ്രി വടക്കും അതുപോലെ 90 ഡിഗ്രി തെക്കുമായിട്ട് കാണുന്ന അക്ഷാംശങ്ങൾ എന്താണ് യഥാക്രമം ഉത്തര ധ്രുവം അതുപോലെ ദക്ഷിണ ധ്രുവം എന്നാണ് അറിയപ്പെടുന്നത്. ഇനി എന്താണ് ഭൂമധ്യരേഖയുടെ മുകളിലായിട്ട് അതായത് വടക്കായിട്ട് 23.5 വടക്ക് ഉത്തരായന രേഖ എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ തെക്കായിട്ട് 23.5 തെക്ക് ദക്ഷിണായന രേഖ എന്നും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഉത്തരാർദ്ധഗോളത്തിലെ അക്ഷാംശ രേഖകളെ വടക്ക് അക്ഷാംശ രേഖകളെന്നും ദക്ഷിണാർദ്ധഗോളത്തിലുള്ളവയെ തെക്ക് അക്ഷാംശ രേഖകളെന്നാണ് പറയുന്നത്. അപ്പോൾ 23.5 വടക്ക് ഉത്തര അക്ഷാംശം എന്നും അതുപോലെ എന്താണ് 23.5 തെക്ക് എന്താണ് ദക്ഷിണ അക്ഷാംശം എന്നാണ് പറയാം. അടുത്ത ഹെഡിങ് ആണ് രേഖാംശ രേഖകൾ. ഗ്ലോബിൽ ഇരു ധ്രുവങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ച് വരച്ചിരിക്കുന്ന രേഖകൾ ശ്രദ്ധിക്കൂ. രേഖാംശ രേഖകളാണിവ. അക്ഷാംശ രേഖകൾക്ക് ലംബമായി വരച്ചിട്ടുള്ള വക്രരേഖകളാണിവ. അപ്പോൾ ഗ്ലോബിൽ ഇരു ധ്രുവങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ച് വരച്ചിരിക്കുന്ന രേഖകളാണ് രേഖാംശ രേഖകൾ. ഇതെന്താണ് അക്ഷാംശ രേഖയ്ക്ക് ലംബമായിട്ടാണ് വരച്ചിരിക്കുന്നത്. ഈ ഒരു ചിത്രത്തിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്ത് പടിഞ്ഞാറ് രേഖാംശ രേഖകളെന്നും കിഴക്ക് രേഖാംശ രേഖകളെന്നും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതെന്താണ് അക്ഷാംശ രേഖയ്ക്ക് ലംബമായിട്ടാണ് അല്ലേ വരച്ചിട്ടുള്ളത്.
ഭൂമധ്യരേഖയ്ക്ക് ലംബമായി എന്താണ് സെന്ററിലൂടെ വരച്ചിട്ടുള്ളതാണ് എന്ത് 0 ഡിഗ്രി രേഖാംശം. ഇതിനെന്താണ് മാനക രേഖാംശം എന്നാട്ടോ പറയുന്നത്. എന്താണ് മാനക രേഖാംശം? 0 ഡിഗ്രി രേഖാംശമാണ് മാനക രേഖാംശം. ഇതെന്താണ് ഭൂമിയുടെ സെന്ററിലൂടെ ഭൂമധ്യരേഖയ്ക്ക് ലംബമായിട്ട് വരച്ച രേഖാംശ രേഖയാണ് മാനക രേഖാംശം. ഇത് 0 ഡിഗ്രിയാണ്. ഈ ഒരു ചിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും മാനക രേഖാംശത്തിന്റെ ഇരുവശവും കിഴക്കും പടിഞ്ഞാറുമുള്ള കോണീയ അകലാണിത് രേഖാംശം. കിഴക്കും പടിഞ്ഞാറുമുള്ള അകലമാണ് രേഖാംശം. മാനക രേഖാംശത്തിന്റെ ഇരുവശവുമുള്ള കിഴക്കും പടിഞ്ഞാറുമുള്ള കോണീയ അകലാണിത് രേഖാംശം. ഇങ്ങനെ മാനക രേഖാംശത്തിൽ നിന്നും ഒരേ കോണീയ അകലമുള്ള രേഖാംശങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണെന്ത്? രേഖാംശ രേഖകൾ. ഈ രേഖകളെല്ലാം ഉത്തര ധ്രുവത്തിലും ദക്ഷിണ ധ്രുവത്തിലും കൂട്ടിമുട്ടുന്നുണ്ട്. ഇനി മാനക രേഖാംശത്തിന്റെ ഇരുവശവുമായിട്ട് 180 ഡിഗ്രി വീതം രേഖാംശങ്ങളാണുള്ളത്. എന്താണ് മാനക രേഖാംശത്തിന്റെ ഇരുവശവുമായി 180 ഡിഗ്രി വീതം രേഖാംശങ്ങളാണുള്ളത്. ഇതൊക്കെ പ്രസ്താവനയായിട്ട് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. നമുക്ക് ഇന്ത്യയിലെ അക്ഷാംശ രേഖകൾ നോക്കാം. അക്ഷാംശ രേഖകൾ 8 ഡിഗ്രി വടക്ക് അക്ഷാംശം, അത് 38 ഡിഗ്രി വടക്ക് അക്ഷാംശമാണ്. ഇതിനു ഇടയിലായിട്ടാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ഇനി രേഖാംശ രേഖകളോ 68 ഡിഗ്രി കിഴക്കിനും 98 ഡിഗ്രി കിഴക്കിനും ഇടയിലായിട്ടാണ് എന്ത് ഇന്ത്യയുടെ രേഖാംശ രേഖകൾ. ഏതൊക്കെയാണ്? 68 ഡിഗ്രി കിഴക്ക് രേഖാംശം, അതുപോലെ 98 ഡിഗ്രി കിഴക്കൻ രേഖാംശത്തിനും ഇടയിലായിട്ടാണ് എന്ത് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതിനെയാണ് ഭ്രമണം എന്ന് പറയുന്നത്. ഭ്രമണം മൂലം സൂര്യന് അഭിമുഖമായി വരുന്ന ഭാഗം പ്രകാശിതമാകുന്നതിനാൽ പകൽ അനുഭവപ്പെടുന്നു. എന്നാൽ മറുഭാഗത്ത് സൂര്യപ്രകാശം എത്താത്തതിനാൽ രാത്രിയായിരിക്കും. ഭൂമിയിൽ പകലും രാത്രിയും മാറി മാറി അനുഭവപ്പെടുന്നതാണ് ഭ്രമണം മൂലമാണ്. അപ്പോൾ ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതിനെയാണ് ഭ്രമണം എന്ന് പറയുന്നത്. ഭ്രമണം മൂലം എന്താണ്? സൂര്യന് അഭിമുഖമായി വരുന്ന ഭാഗം പ്രകാശിക്കുകയും ചെയ്യും. അതുകൊണ്ട് അവിടെ പകൽ അനുഭവപ്പെടുന്നു. എന്നാൽ മറുഭാഗത്ത് സൂര്യപ്രകാശം എത്താത്തതിനാൽ രാത്രിയായിരിക്കും. ഭൂമിയിൽ പകലും രാത്രിയും മാറി മാറി അനുഭവപ്പെടുന്നത് എന്താണ്? ഭ്രമണം മൂലമാണ്. അപ്പോൾ ഭൂമിയിൽ രാത്രിയും പകലും മാറി മാറി അനുഭവപ്പെടുന്നതിന് കാരണം ഭ്രമണമാണ്. ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ 24 മണിക്കൂർ സമയം വേണം. ഇതിനെ ഒരു ദിവസമായി കണക്കാക്കുന്നു. അടുത്ത ഹെഡിങ് ആണ് ഉദയവും അസ്തമയവും. ഭൂമിയുടെ ഭ്രമണം മൂലമാണ് സൂര്യന്റെ സ്ഥാനം മാറുന്നതായി നമുക്ക് ദൃശ്യമാകുന്നത്. അപ്പൊ ഭൂമിയുടെ ഭ്രമണം മൂലമാണ് സൂര്യന്റെ സ്ഥാനം മാറുന്നതായിട്ട് നമുക്ക് ദൃശ്യമാകുന്നത്. വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ മരങ്ങളും കെട്ടിടങ്ങളും ഒക്കെ എതിർ ദിശയിലേക്ക് സഞ്ചരിക്കുന്നതായി നമുക്ക് തോന്നാറില്ലേ? യഥാർത്ഥത്തിൽ അവ ചലിക്കുന്നുണ്ടോ? ഇതുപോലെയാണ് ഭൂമിയിൽ നിന്നും വളരെ അകലെയായി സ്ഥിതി ചെയ്യുന്ന സൂര്യൻ കിഴക്കുദിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യുന്നതായി നമുക്ക് ദൃശ്യമാകുന്നത്. അപ്പൊ ഭൂമിയുടെ ഭ്രമണം മൂലമാണ് സൂര്യന്റെ സ്ഥാനം മാറുന്നതായിട്ട് നമുക്ക് ദൃശ്യമാകുന്നത്. അടുത്തത് മാറുന്ന കാലങ്ങൾ. ഭൂമി അതിന്റെ സാങ്കല്പിക അച്ചുതണ്ടിനെ ആധാരമാക്കി സ്വയം കറങ്ങുന്നതിനോടൊപ്പം സൂര്യനെ വലം വെക്കുകയും ചെയ്യുന്നു. ഈ വലം വെക്കലാണ് പരിക്രമണം എന്നറിയപ്പെടുന്നത്. അപ്പൊ എന്താണ് പരിക്രമണം? ഭൂമി അതിന്റെ സാങ്കല്പിക അച്ചുതണ്ടിനെ ആധാരമാക്കി സ്വയം കറങ്ങുന്നതിനോടൊപ്പം തന്നെ എന്താണ് സൂര്യനെ വലം വെക്കുകയും ചെയ്യുന്നുണ്ട്. ഈ വലം വെക്കലാണ് പരിക്രമണം എന്നറിയപ്പെടുന്നത്. അപ്പോൾ മാറി മാറി വരുന്ന കാലാവസ്ഥയ്ക്ക് കാരണം എന്താണ്? ഭൂമിയുടെ ഈ പരിക്രമണമാണ്. ഇനി മാറി മാറി വരുന്ന സീസണിന്റെ ഒരു സൈക്കിൾ കൊടുത്തിട്ടുണ്ട്. ഒരു വർഷത്തിനുള്ളിൽ തന്നെ എന്തൊക്കെ മാറ്റങ്ങളാണ് നമുക്ക് ചുറ്റിനും അനുഭവപ്പെടുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്കൂൾ വർഷാരംഭത്തോടെ മഴക്കാലമായി. ഇടയ്ക്കിടെ പെയ്യുന്ന മഴ 5-6 മാസം നീണ്ടു നിൽക്കുന്നു. പിന്നെ മെല്ലെ തണുപ്പേറി വരുന്നു. അത് കഴിയുമ്പോൾ ചൂട്. മരങ്ങളിൽ ചിലത് ഇല പൊയ്ക്കുന്നു, പുഷ്പിക്കുന്നു, കായ്ക്കുന്നു. എന്താണല്ലേ? ഇങ്ങനെ മാറ്റങ്ങൾക്കൊക്കെ കാരണം എന്താണ്? പരിക്രമണമാണ്. ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ ഭൂമി എടുക്കുന്ന സമയത്താണ് 365 ദിവസങ്ങളാണ്. ഇതാണ് ഒരു വർഷം എന്നറിയപ്പെടുന്നത്. 365 ദിവസങ്ങൾ എടുത്താണ് ഒരു പരിക്രമണം ഭൂമി പൂർത്തിയാക്കുന്നത്. ഇതാണ് ഒരു വർഷം എന്നറിയപ്പെടുന്നത്. ഇനി അടുത്തതായിട്ട് 2 ബോക്സിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ നോക്കാം. ഒരു വിമാനത്തിന്റെ വേഗത എത്രയെന്നറിയാമോ? മണിക്കൂറിൽ ഏകദേശം 560 കിലോമീറ്റർ ആണ്. എന്നാൽ മണിക്കൂറിൽ ശരാശരി 96,000 കിലോമീറ്റർ വേഗതയിലാണ് ഭൂമിയുടെ പരിക്രമണം. അപ്പം എന്താണ് പറഞ്ഞിട്ടുള്ളത്? മണിക്കൂറിൽ ഏകദേശം 560 കിലോമീറ്റർ ആണെന്ത് ഒരു വിമാനത്തിന്റെ വേഗത. എന്നാൽ മണിക്കൂറിൽ ശരാശരി 96,000 കിലോമീറ്റർ വേഗതയിലാണെന്ത് ഭൂമി പരിക്രമണം ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഇനി അടുത്തതാണ് അതിവർഷം അല്ലെങ്കിൽ ലീപ്പ് ഇയർ.
ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ ഭൂമിക്ക് 365 ദിവസങ്ങൾ വേണ്ടിവരും. എന്നാൽ ഒരു വർഷത്തിൽ 365 ദിവസങ്ങളാണുള്ളത്. ബാക്കിയുള്ള 1/4 ദിവസം 4 വർഷങ്ങൾ കൂടുമ്പോൾ ഒരു പൂർണ്ണ ദിവസമായി പരിഗണിക്കുന്നു. അങ്ങനെ ഓരോ 4ാമത്തെ വർഷത്തിലും 366 ദിവസങ്ങൾ ഉണ്ടാകും. ഇതാണ് അതിവർഷം അല്ലെങ്കിൽ ലീപ്പ് ഇയർ എന്ന് പറയുന്നത്. അപ്പം എന്താണ് ലീപ്പ് ഇയർ? എങ്ങനെയാണ് ലീപ്പ് ഇയർ വരുന്നത്? ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ ഭൂമിക്ക് 365 ദിവസങ്ങൾ വേണ്ടി വരും. എന്നാൽ ഒരു വർഷത്തിൽ 365 ദിവസങ്ങളാണുള്ളത്. ബാക്കിയുള്ള 1/4 ദിവസം എന്താവും? 4 വർഷങ്ങൾ കൂടുമ്പോൾ ഒരു പൂർണ്ണ ദിവസമായി പരിഗണിക്കുന്നു. ഇങ്ങനെ ഓരോ 4ാമത്തെ വർഷത്തിലും 366 ദിവസങ്ങൾ ഉണ്ടാകും. ഇതാണ് ലീപ്പ് ഇയർ അല്ലെങ്കിൽ അതിവർഷം എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് ഒന്നുകൂടി നോക്കാം. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ആദ്യം തന്നെ ഭൂമിയുടെ ആകൃതിയെക്കുറിച്ചുള്ള ഓരോരോ പണ്ട് ജീവിച്ചിരുന്ന ഓരോ തത്വചിന്തകന്മാരുടെ ആശയങ്ങളൊക്കെ നോക്കിയില്ലേ? ഓരോരുത്തരും എന്തൊക്കെ ആശയങ്ങളാണ് മുന്നോട്ട് വെച്ചതെന്നാണ് നമുക്ക് ആദ്യം പഠിക്കാൻ കഴിഞ്ഞത്. പിന്നെന്താണ്? ഭൂമിയുടെ സവിശേഷ ആകൃതി എന്താണ്? ജിയോയിഡ് എന്ന് വിളിക്കുന്നു നമ്മൾ പഠിച്ചില്ലേ? ഭൂമിയുടെ ആകൃതി എന്താണ്? ജിയോയിഡ് എന്നാ പറയുന്നത്. ഇനി ജിയോയിഡ് എന്ന വാക്കിന് അർത്ഥം എന്താ നമ്മൾ പറഞ്ഞത്? ഭൂമിയുടെ ആകൃതി എന്നാണ് ജിയോയിഡ് എന്ന വാക്കിന് അർത്ഥം. പിന്നെ നമ്മൾ അക്ഷാംശ രേഖാംശ രേഖകൾ എന്താണെന്ന് പഠിച്ചില്ലേ? അക്ഷാംശ രേഖകളും രേഖാംശ രേഖകളും ഭൂകേന്ദ്രത്തിൽ നിന്നുള്ള കോണീയ അകലങ്ങളെ അടിസ്ഥാനമാക്കി ഉള്ള സാങ്കല്പിക രേഖകളാണെന്ന് നമുക്ക് അറിയാലേ. ഇതെന്തിനാണ് നമ്മൾ ഈ അക്ഷാംശ രേഖാംശ രേഖകൾ ഉപയോഗിക്കുന്നത്? ഭൂമിയിൽ ഒരു വസ്തുവിന്റെ സ്ഥാനം നിർണ്ണയിക്കാനാണ് അല്ലേ. അപ്പോൾ ഭൂകേന്ദ്രത്തിൽ നിന്നുള്ള കോണീയ അകലങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ സാങ്കല്പിക രേഖകളൊക്കെ വരച്ചിട്ടുള്ളത്. ഇനി പിന്നെന്താണ് നമ്മൾ പഠിച്ചത്? ഭൂമിയിൽ അക്ഷാംശ രേഖകളെ ഉപയോഗപ്പെടുത്തിയാണ് സ്ഥാനനിർണ്ണയം നടത്തുന്നത് അല്ലേ. പിന്നെന്താണ് നമ്മൾ പഠിച്ചത്? ഭൂമിയുടെ ഭ്രമണം പഠിച്ചില്ലേ? ഭ്രമണം ഫലമായിട്ടാണ് എന്താണ് ദിവസങ്ങൾ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ദിനരാത്രങ്ങൾ ഉണ്ടാകുന്നത് അല്ലേ. ഭൂമിയിൽ എന്താണ് ഭൂമിയുടെ ഭ്രമണത്തിന്റെ ഫലമായിട്ടാണ് ദിനരാത്രങ്ങൾ ഉണ്ടാകുന്നത് പഠിച്ചു. ഭൂമിക്ക് ഒരു ഭ്രമണത്തിന് വേണ്ടി സമയം എത്രയാണ്? 24 മണിക്കൂറാണ് അല്ലേ. അതുപോലെ പിന്നെ നമ്മൾ പഠിച്ചത് എന്താ? പരിക്രമണം പഠിച്ചു അല്ലേ. പരിക്രമണം എന്തായിരുന്നു? സൂര്യനെ വലം വെക്കുക അല്ലെ. ഭൂമി വലം വെക്കാൻ എടുക്കുന്ന സമയമാണ് എന്ത്? പരിക്രമണ കാലം എന്ന് പറയുന്നത്. പരിക്രമണത്തിന് കാലത്തിന്റെ ഫലമായിട്ട് എന്താണ്? ഋതുക്കൾ ഉണ്ടാകുന്നു പഠിച്ചു അല്ലേ നമ്മൾ. ഭൂമിക്ക് ഒരു പരിക്രമണത്തിന് വേണ്ടിയിട്ട് സമയത്താണ് 365 ദിവസമാണെന്ന് പഠിച്ചു. പിന്നെന്താണ് നമ്മൾ പഠിച്ചത്? ലീപ്പ് ഇയർ എന്താണെന്ന് പഠിച്ചില്ലേ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. ഇതിൽ പറഞ്ഞിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് പഠിക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.